ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്നലെ രാത്രി 7:30 ഞാൻ മൈക്കിൾ എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ബയോപിക് ഓഫ് മൈക്കിൾ ജാക്സൺ ദ ലെജൻഡ്. ഓഹ് മാൻ, എന്താ പറയുക, ഇത് ഒരു കാര്യമുണ്ട്. ദിസ് മൂവി ഈസ് ഗോണ ടോക്ക് അബൌട്ട് ദ റൈസ് ഓഫ് ദ ബ്രാൻഡ് MJ, അല്ലെങ്കിൽ ജാക്സൺ 5-ൽ നിന്നും അവരുടെ ആ ഒരു ഗ്രോത്ത് വന്ന് മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ സിംഗിൾ ആൽബം ആൻഡ് ഹൗ ഹി ബിക്കെയിം MJ ദ ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഗ്രോത്തിന് പറയുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഈ പടത്തിൽ ഒരിക്കലും പുള്ളിക്കാരൻ്റെ ഒരു ലൈഫിലോട്ടുള്ള ഒരു ഭയാനകമായിട്ടുള്ള മറ്റേ ഇമേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സാധനങ്ങളോ അല്ലെങ്കിൽ ആ കോൺട്രവേഴ്സിയെ പറ്റി സംസാരിക്കുകയോ അതൊന്നുമല്ല. ഇപ്പോൾ ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ പുള്ളി അങ്ങനെയാണ് എന്ന് പറയുന്നവരുണ്ട്, പുള്ളി അങ്ങനെ അല്ല എന്ന് പറയുന്നവരുണ്ട്. ചിലവരൊക്കെ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽ ഇറങ്ങിയത് കൊണ്ടിട്ട് ഒരു പക്ഷേ അങ്ങേരെ ഒതുക്കാൻ നോക്കിയതാണ്, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഒരു നെഗറ്റീവ് കൊണ്ടുവന്ന് അയാളെ താത്തി അടിച്ചതെന്നൊക്കെ പല രീതിയിലും ആൾക്കാർക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. അത് അവരുടെ ഇഷ്ടമാണ്. നമുക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും വലിയ ക്ലിയർ ഐഡിയ ഇല്ല. ബട്ട് ഇതൊന്നും സത്യമല്ലെങ്കിലും ഹിസ് ഫെയിം, ഹിസ് ലെജൻഡറി, ഹിസ് മ്യൂസിക്, ഹിസ് എൻ്റർടൈൻമെൻറ്റ്, ഹിസ് ഓറ, ഹിസ് കരിസ്മ, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇസ് അബ്സല്യൂട്ട്ലി റിയൽ. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാൻ അല്ലെങ്കിൽ ഫാൻഡം നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ ഇട്ട പോലെ 5 ബില്യൺ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഏറെക്കുറെ 4 ബില്യൺ ആൾക്കാർക്ക് അങ്ങേരെ അറിയായിരുന്നു. അങ്ങനെ ഫാനാണെന്നല്ല, ദേ ഓൾ ന്യൂ ഹൂ മൈക്കിൾ ജാക്സൺ വാസ്. അതും സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള സമയത്തല്ല കേട്ടാ. ഇവിടെ ഇപ്പോൾ മറ്റൊരു പാട്ടിറങ്ങിയാൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിലും മറ്റേലും ഇട്ട് വരെ ക്യാപ്പിച്ച് വെറുപ്പിച്ചിട്ട് പാട്ടുകാരനായതല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഒരു കാസറ്റും പിന്നെ പുള്ളിയുടെ കുറച്ച് ഷോർട്ട് ഫിലിം വെച്ചിട്ടുള്ള മറ്റേ VHSഉം ഉണ്ടായിരുന്നു. പിന്നെ MTV പോലത്തെ അങ്ങനത്തെ മ്യൂസിക് ചാനൽ മീഡിയാസിലൊക്കെ ആയിരുന്നു ആകെപ്പാട പുള്ളി ചെയ്തുകൊണ്ടിരുന്ന PR. ബാക്കിയുള്ള PR ഒക്കെ നാട്ടുകാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പുള്ളിയുടെ ഈ ഷോയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ മറ്റേ ബോധം കെട്ട് വീഴുകയെന്നൊക്കെ പറയും. അതൊന്നും ചുമ്മയല്ല. ഇപ്പോഴൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഓറ ഫാമിംഗ് എന്ന് പറയുന്നൊരു സാധനമില്ലേ, അതിൻ്റെയൊക്കെ മറ്റേ മുടിചൂട മന്നനാണ് അങ്ങേര്. അയാളാണ് ദ കൾട്ടിവേറ്റർ ഓഫ് ഓറ ഫാമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്റ്റേജിൽ പുള്ളി ചെയ്യുന്ന ലൈറ്റിങ്ങും ബഹളവും പുള്ളിയുടെ കോസ്റ്റ്യൂമും പുള്ളിയുടെ ലുക്കും പുള്ളിയുടെ ഇൻട്രോയും പുള്ളിയുടെ സ്റ്റാൻസ്, ഇതൊക്കെ കണ്ണ് തള്ളി നിന്ന മനുഷ്യരിൽ ഒരുത്തനാണ് ഞാൻ പറഞ്ഞില്ലേ, പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിയുടെയൊക്കെ ഒരു ഡൗൺഫോളായ സമയത്തൊക്കെയാണ് ഞാനൊക്കെ എനിക്കൊന്നും എൻ്റെ ഒരു 10-15 ആ ഒരു വയസ്സിലൊക്കെയാണ് പുള്ളിയൊക്കെ ഇങ്ങനെ കയറി വരുന്നത്. ഐ തിങ്ക് എൻ്റെ 17ാമത്തെ വയസ്സിലോ എന്തോ ആണ് പുള്ളി മരിക്കുന്നത്, ഇഫ് ഐ ആം നോട്ട് റോങ്. ആൻഡ് ദാറ്റ് വാസ് വെരി ഹാർട്ട് ബ്രേക്കിംഗ്. പുള്ളി അതിന് മുന്നേ ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് കോൺസേർട്ട്, ഒരു വേൾഡ് ടൂർ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അത് നടന്നില്ല. അതിന് മുന്നേ പുള്ളി പോയി. പിന്നെ ഒരു MTV അവാർഡ്സിൽ പുള്ളി ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുണ്ട്. എമിനം പുള്ളിയെ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എമിനത്തിൻ്റെ ഫുൾ കാറ്റലോഗ് ആവാൻ മേടിച്ച് 50% മൈക്കിൾ ജാക്സൺ. അങ്ങനെ ആ ലെവലിൽ തങ്കായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കിടിലം മനുഷ്യനാണ്. ആൻഡ് ഹിസ് പുള്ളിയുടെ ഡാൻസ് മൂവ്സ് ആയിക്കോട്ടെ, പുള്ളിയുടെ എൻ്റർടൈനിങ് വാല്യൂ ആയിക്കോട്ടെ, പുള്ളിയുടെ സ്റ്റേജ് ഷോസ്, അതൊക്കെ എടുത്ത് കണ്ടു നോക്കിയാൽ ഡേഞ്ചറസിൻ്റെയൊക്കെ ഡാൻസ് കൊറിയോഗ്രഫിയൊക്കെ ചെയ്യാത്തത് ആ കാലഘട്ടത്തിൽ, അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൽ ആരുമില്ല. അത്രയ്ക്കും ഒരു ഭയാനകമായിട്ടുള്ളൊരു ഫാൻ ബേസ് ഉള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആൻ്റോണി ഫക്വ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. കിടിലം. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ് മൂവി ബിക്കോസ് ഈ പടത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് പുള്ളിയുടെ ഒരു ഫാദർ ഫിഗറിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ആ മനുഷ്യനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രീഡം കിട്ടണം എന്ന് പറയുന്ന ഒരു യങ് മൈക്കിൾ ജാക്സനെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഒപ്രഷൻ വെച്ചിട്ട് ഹൗ ഹി ബിക്കെയിം ദിസ് ആർട്ടിസ്റ്റ് റൈറ്റ് നൗ. അത് പുള്ളി ഭയങ്കര പേടിയാണ് പുള്ളിയുടെ ഫാദറിന്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരികയും അതിൻ്റെ ഇടയിൽ കൂടെ പുള്ളി ഉണ്ടാക്കിയ പാട്ടുകൾ, അതായത് പുള്ളി ജാക്സൺ 5 ആ ഒരു ഗ്യാങ് തൊട്ട് അതിൽ നിന്ന് മാറി പുള്ളിയുടെ ത്രില്ലർ ആൽബം ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് പെർഫോമൻസാണ്. ജാഫർ ജാക്സനാണ് ഈ സിനിമയുടെ മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് പുള്ളി ജീവിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നെഫ്യൂ ആണ്, അതായത് നമ്മുടെ ഈ മൈക്കിൾ ജാക്സൻ്റെ വൺ ഓഫ് ദ ബ്രദറിൻ്റെ മോനാണ് ഈ ജാഫർ ജാക്സൺ. പുള്ളി ജീവിക്കുകയായിരുന്നു പടത്തിൽ. ഈ പടത്തിൻ്റെ അവസാനം ഒരു കോൺസേർട്ടുണ്ട് 1988
ആ പാട്ട് സെലക്ഷനും അതിൽ ഈ ജാഫർ ജാക്സൻ്റെ പെർഫോമൻസ് ഐ കംപ്ലീറ്റ്ലി തോട്ട് ഇറ്റ് വാസ് മൈക്കിൾ ജാക്സൺ. ഞാൻ ചുമ്മാ പറയണല്ല, ആ ലെവലിലാണ് ആ എനർജിയും ആ സാധനം ഉണ്ടല്ലോ, ആ പുള്ളിയുടെ കരിസ്മയൊക്കെ ആ ലാസ്റ്റ് പെർഫോമൻസിൽ തീയായിരുന്നു, തീ ആൻഡ് പീക്ഡ്. ഞാൻ പറയാം, എനിക്ക് ഈ സിനിമയിൽ ഞാൻ കൊടുത്ത കാശ് ആ ഒരൊറ്റ ലാസ്റ്റ് പാർട്ടിൽ തന്നെ ഞാനത് എൻജോയ് ചെയ്തേ. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഈ പടം ത്രൂ ഔട്ട് ഞാൻ എൻജോയ്. ഇപ്പം ബില്ലി ജീൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ബീറ്റിൻ്റെ ഒരു സാധനമുണ്ട് അതിൽ. പുള്ളി മറ്റേ നല്ലൊരു ബീറ്റ് ബോക്സ് ഒക്കെ ചെയ്യുന്നതാണ്. പുള്ളി നൈസായിട്ട് ബീറ്റ് ബോക്സ് ചെയ്യും മൈക്കിൾ ജാക്സൺ. അതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു പാട്ടിന് എങ്ങനെയാണ് പുള്ളി അതിലോട്ട് എത്തുന്നതെന്നൊക്കെ. ഞാൻ ഇത് ഈ സിനിമ കാണാൻ ഈ പടം കൊണ്ട് എൻഡ് ചെയ്യുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു സീക്വലാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഒരു സീക്വൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇഫ് ദർ ഇസ് എ സെക്കൻഡ് പാർട്ട്, വെൽ ആൻഡ് ഗുഡ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദേ ക്യാൻ കം അപ്പ് വിത്ത് എ സെക്കൻഡ് പാർട്ട്. ബിക്കോസ് ഈ പടത്തിൽ തന്നെ ഇവരൊരു എത്രയോ മില്യൺ കൊടുത്തത് മൊത്തത്തിൽ റീഷൂട്ട് ചെയ്തത്. ഇത് വേറൊരു രീതിയിലാണ് ഈ സിനിമ ക്ലൈമാക്സ് കൊണ്ട് വെക്കാൻ പോയത്. ആൻഡ് ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സ് ആൾക്കാർക്ക് തോന്നുന്നു അതൊന്നും താല്പര്യം, അതായത് ആ ക്ലൈമാക്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ദേ റീഷൂട്ട് ഇറ്റ്. ആൻഡ് ആ റീഷൂട്ട് ചെയ്ത സാധനമാണ് നമ്മൾ ഈ ഒരു പടത്തിൽ കാണുന്നത്. സോ ദാറ്റ് ആക്ച്വലി മീൻസ് ദാറ്റ് ദേ വോണ്ട് ടു ലൈക്ക് അറ്റ്ലീസ്റ്റ് ഈ 2026 ഈ മൈക്കിൾ ജാക്സനെ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട. അതായത് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ വൈറ്റ് വാഷ് പോലെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തന്നെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങും. ഈ മനുഷ്യനെ പിന്നെയും ഒരുമാതിരി മറ്റവനാണ്, മറിച്ചവനാണ്, വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ മരിച്ചു പോയ അങ്ങേരെ പിന്നെയും പോസ്റ്റ്മോർട്ടം ചെയ്യും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ പറഞ്ഞത് അത് വേണ്ട. പുള്ളി MJ എങ്ങനെയായി, പുള്ളി മൈക്കിൾ ദ ഫ്രീഡം, അതായത് ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എങ്ങനെയായി എന്ന് കാണിക്കുന്ന സിനിമയാണ്. അത് നല്ല മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ട്, ഇതിൽ ഒരുപാട് ഫണ്ണായിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ട്, നൈസ് സോങ്സ്. ലാസ്റ്റ് പാട്ട് മാത്രം ഞാൻ പറയുന്നില്ല, യു എൻജോയ് ദാറ്റ് മാൻ. ഇഫ് യു ആർ എൻ എ പാക്ക് തിയേറ്റർ, ഇഫ് യു ആർ എൻ MJ ഫാൻ, നിങ്ങൾ ആ പാട്ട് കണ്ട് ഡാൻസ് കളിക്കാതിരിക്കില്ല. അത്രയ്ക്കും കിടിലം ഒരു പാട്ട് തന്നെയാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ദ വേ ദേ ഹാവ് ഷോട്ട് ഇറ്റ് ഈസ് സോ ഗുഡ്. ആൻഡ് ഞാൻ പറയില്ല, നമ്മളൊക്കെ പുള്ളിയുടെ ഡേഞ്ചറസും ഈ പറയുന്ന സ്മൂത്ത് ക്രിമിനലിലേക്ക് സാധനം കണ്ട് കണ്ണ് തള്ളി നിന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ 2 കാര്യങ്ങൾ ഒരു കാരണവശാലും ഈ ലൈഫിൽ നടക്കില്ല. ഒന്ന് മൈക്കിൾ ജാക്സൻ്റെ കോൺസേർട്ട്, 2 ലിങ്കിൻ പാർക്കിൻ്റെ കോൺസേർട്ട്. ഇപ്പോഴത്തെ ലിങ്കിൻ പാർക്കല്ല, ദ OG ലിങ്കിൻ പാർക്ക്. എനിക്ക് ഈ പറയാനുള്ളത്, പിന്നെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എവ്രിതിങ് വാസ് ടോപ്പ് നോച്ച്. എടുത്തു പറയേണ്ട സൗണ്ട് ഡിസൈൻ, ചില വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് പറയുന്ന ആംബിയൻസിൽ അവർ കൊടുത്തിരിക്കുന്ന ലെയറിങ് ഇസ് സോ ഗുഡ്. എസ്പെഷ്യലി ചില സമയത്ത് ഒരു വണ്ടി പാസ് ചെയ്ത് പോകുന്ന വരെ സൗണ്ട് മനോഹരമായിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബ്രില്യൻറ്റ്. ഈ സിനിമയെ ഇത് സൗണ്ട് ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങളൊന്ന് പോയി പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദ വേ ദേ ഹാവ് പുട്ട് ദ സൗണ്ട്സ് ആൻഡ് SFX സോ ഗുഡ്. കിടിലം. ഞാൻ പറയാം, എനിക്ക് ഭയാനകമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ thoroughly enjoyed this movie. I loved this movie. I loved every aspect of this movie. ആൻഡ് ഞാൻ പറയും, ഇത് ഒരു പെർഫെക്റ്റ് സിനിമയല്ല, ബട്ട് ലൈക്ക് ഐ സെഡ്, ഒരു ആർട്ടിസ്റ്റ് എവിടെ നിന്നും ബ്രാൻഡായി എന്നുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിങ് നോക്കുമ്പോൾ ദിസ് ഈസ് എ പെർഫെക്റ്റ് മൂവി. ബട്ട് പുള്ളിയുടെ ലൈഫിലോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നെവർ, നോ. പുള്ളി മരിക്കുന്നിടത്ത് വരെ ഈ സിനിമ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്മൂത്ത് ക്രിമിനൽ വരുന്നത്, ഹീൽ ദ വേൾഡ്, എർത്ത് സോങ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ്, യു റോക്ക് മൈ വേൾഡ് വരുന്നുണ്ട്. വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഈ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടല്ല, 1, 2, 3 പാട്ടല്ല, ഇയാളെ എല്ലാ പാട്ടുകളും ഈ കിടിലമാണ്. ഞാൻ പറയും, ഇപ്പോഴും ഞാൻ ഒരു ഹെഡ്സെറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പുള്ളിയുടെ പാട്ടുകൾ. പുള്ളി ഈ പറയുന്ന മ്യൂസിക് ലെയർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി നിങ്ങൾ ബില്ലി ജീൻ നല്ല ഒരു ഹെഡ്സെറ്റിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ the way he have produced that particular beats and the sounds and left to right channel changing ഒക്കെ അതിമനോഹരമാണ്. ഞാൻ പറയാം, അത് മാത്രമല്ല, ഇങ്ങനെ ലൈവ് ഇയാൾ വന്ന് ഇങ്ങനെ ചാടിയൊക്കെ വന്ന് നിന്ന് കണ്ണാടിയൊക്കെ ഊരണയൊക്കെ ഒരു സാധനമൊക്കെ കൊണ്ട് എൻ്റെ പൊന്നു മോനെ, അത് ഞാൻ പറഞ്ഞത്, അതാണ് പറഞ്ഞത്, ആ ഒരു ലെവൽ ഓഫ് ഫെയിം ഇപ്പോഴും ഞാൻ പറയും. ഇപ്പോൾ നമുക്കൊക്കെ ഫെയിമുണ്ട്, നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ വീക്കെൻഡ്, അതേപോലെ ഡ്രേക്ക്, ടൈലർ സ്വിഫ്റ്റ് എന്നൊക്കെ പറയാം.
ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ലൈവ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കോൾഡ് പ്ലേ ആയിരിക്കും. ബട്ട് ദ എനർജി ദിസ് മാൻ യൂസ് ടു ഗിവ് അസ് ഓൺ എ ലൈവ്, അതിന് എൻ്റർടൈനർ. സിനിമ കാണണ്ട, സിനിമക്കാരെ വരെ പുള്ളിക്ക് ത്രെട്ടായിരുന്നു. അത്രയ്ക്ക് വലിയൊരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ നിന്ന മനുഷ്യൻ, അയാളുടെ ഒരു ഡൗൺഫോൾ, മാൻ യു നെവർ നോ മാൻ. നമ്മളൊരു പരിധിക്ക് അപ്പുറം നമ്മൾ ഫേമസ് ആയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഭയങ്കര പാടാണ്. അത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ സൂപ്പർ പവറാണ്. ഭയാനകമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ വിജയ്, ഞാനൊക്കെ ഭയങ്കര ഒരു വിജയ് ഫാനാണ്. സിനിമ കണ്ടായിട്ടുള്ളതാവാം, പുള്ളിയുടെ ഒരു സംസാരങ്ങളും ഒക്കെ കുട്ടി സ്റ്റോറിയൊക്കെ ആയിരിക്കാം എന്തോ, ബട്ട് വി ലവ് ഹിം. ഐ വിഷ് ഐ കുഡ് ഗോ ടു തമിഴ്നാട് ആൻഡ് വോട്ട് ഫോർ വിജയ്. ഇത് കേൾക്കുമ്പോൾ കുറേ എണ്ണം അപ്പോൾ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവൻ തുടങ്ങി എന്നൊക്കെ പറയും. ബട്ട് ഐ എം ജസ്റ്റ് സെയിങ് ഇൻഫ്ലുവൻസ് ഇസ് എ ഹ്യൂജ് പവർ. ഇപ്പോൾ ഷാറൂഖ് ഖാൻ എന്ന് പറയുന്ന നടൻ, ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തം അറിയുന്നൊരു നടനാണ്. ഫ്രം കശ്മീർ ടു കന്യാകുമാരി എല്ലാവർക്കും ഷാറൂഖ് ഖാൻ അറിയാം. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഫ്രം ലൈക്ക് ഗ്ലോബൽ ലെവലിൽ എല്ലാവർക്കും അങ്ങേരെ അറിയാം. അയാൾ പറയണ എന്തും ചിലപ്പോൾ ആൾക്കാർ കേട്ടെന്ന് വരും. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയുള്ളവന്മാരെ മിണ്ടാതിരുത്തിയേ പറ്റൂ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മൂവി. എന്നിലെ MJ ഫാൻ വാസ് സോ ഹാപ്പി എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങളും ഒരു ഹാർഡ് കോർ മൈക്കിൾ ജാക്സൺ ഫാനാണെങ്കിൽ യു ആർ ഗോണ ലവ് ദിസ് മൂവി. But if you are not, if you don't know this person and if you find him problematic, don't even think about taking a ticket. Please, ചെയ്യരുത്. വീട്ടിൽ ഇരുന്നു ഒരു കുഴപ്പമില്ല. പക്ഷേ if you truly love this person, if you truly believe he's a legend, he was one of the best എന്ന് തോന്നിയിട്ടുണ്ട്. ഹീ ഈസ് ദ ഗോഡ്. പുള്ളി തന്നെ ഒരു ഇതിൽ സിനിമയിൽ പറയുന്നുണ്ട്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. യെസ്, ഹീ വാസ് എ ഗോഡ്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ you're gonna love this movie, especially that അവസാനത്തെ ജാഫർ ജാക്സനെ ഞാൻ കണ്ടില്ലടേ ആ ലാസ്റ്റ് പെർഫോമൻസിൽ. എന്തോന്നായിരുന്നത് അവൻ്റെ പെർഫോമൻസ്, ഒരു രക്ഷയില്ലടേ. ഹി വാസ് വേറെ ലെവൽ. ആ ഇനിഷ്യൽ ടൈം നമുക്കൊരു ചെറിയൊരു ഒരു ഇത് കാണും, പക്ഷേ ആഫ്റ്റർ ദാറ്റ് യു ജസ്റ്റ് ഫോർഗെറ്റ്. യു ആർ ലൈക്ക് നമ്മളൊരു മൈക്കിൾ ജാക്സൺ കോൺസേർട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. അത്രയ്ക്ക് പയ്യൻ എടുത്തിട്ടുണ്ട് ആ ക്യാരക്ടറിന്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ, അതായത് ഇപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ അച്ഛനായിട്ട് വരുന്നവരായിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിരുന്നു. അതായത് ചെറിയൊരു റോളിൽ മൈക്ക് മയേഴ്സ് വരുന്നുണ്ട്. മൈക്ക് മയേഴ്സ് ഭയങ്കര വലിയൊരു നടനാണ് കേട്ടോ. പുള്ളിയാണ് ഹാലോവീനിലൊക്കെ ഉണ്ട്, പുള്ളി ഹാലോവീനിലുണ്ട്, നമ്മുടെ ഓസ്റ്റിൻ പവേഴ്സ് എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. പുള്ളി ഭയങ്കര ഒരു കോമഡി കിടിലായിട്ടൊക്കെ ചെയ്യുന്നൊരു നടനാണ്. അങ്ങേരി പടത്തിലുണ്ട് ചെറിയൊരു വേഷത്തിൽ. ഒരുപാട് മേമലെ ടെക്നിക്കലി ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. എസ്പെഷ്യലി ഐ ലവ് ദ സൗണ്ട് ഡിസൈൻ, ഇറ്റ് വാസ് സോ ഗുഡ് ആൻഡ് ഐ ലവ് ദിസ് മൂവി. I might watch this movie again only for Michael Jackson man, nothing else, and for his songs. നല്ല രസമായിട്ട് റീമാസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലെ പാട്ടുകളൊക്കെ. എസ്പെഷ്യലി 2-3 പാട്ടുകളൊക്കെ കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ യാ അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. മാക്സിമം മൈക്കിൾ ജാക്സൺ ഫാൻസിലോട്ട് ഈ പടം എത്തിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.